സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്കും എനിക്കുമൊക്കെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വരാറുണ്ട്. പക്ഷേ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അറിയുന്നവരായിരിക്കും, എങ്കിൽ പോലും പ്രൊഫൈൽ പിക്ചർ ഇല്ലാതെ നമുക്കൊക്കെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ദയവ് ചെയ്ത് ഇപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പിക്ചർ, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പിക്ചർ നൽകുക സുഹൃത്തുക്കളെ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സുഹൃത്താണ് അല്ലെങ്കിൽ അറിയാത്ത വ്യക്തിയായാൽ പോലും ഇപ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചിത്രം സഹായിക്കും. ഇപ്പോൾ ചിത്രമില്ലാതൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു FB ID എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാടകമോ സിനിമയോ സംവിധായകൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരുടെയോ പേര് സൂചിപ്പിക്കാതെ റിലീസ് ചെയ്താൽ എന്താവും സ്ഥിതി? അതുപോലെയാണ്. പിന്നെ മറ്റൊന്ന്, വാട്സാപ്പിൽ ഇപ്പോൾ ഒരു വാട്സാപ്പ് പോസ്റ്റ് ചെയ്യുന്നു, അത് ഞാനോ നിങ്ങളോ കണ്ടു എന്നതിനൊരു തെളിവ് അതിൽ ബ്ലൂ ടിക്കാണ്. ഇപ്പോൾ അതിനെ ഫ്രീസ് ചെയ്യാനും കഴിയും. ഇപ്പോൾ സെറ്റിങ്സിൽ കയറി നമ്മൾ കണ്ടാലും ബ്ലൂ ടിക്ക് വീഴാത്ത രീതിയിലൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ സെറ്റിങ്സിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചില തിരക്കുള്ളവർക്കും ചില വലിയ ബിസിനസ്മാനും അല്ലെങ്കിൽ ചിലവർക്ക് ബ്ലൂ ടിക്ക് വീഴുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ പോലും നിങ്ങളെ വേണ്ടപ്പെട്ടവർ ഒരു വീഡിയോ ലിങ്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ ഒരു സ്മൈലി ചിഹ്നമോ അല്ലെങ്കിൽ ഒരു കൈയടയാളമോ അതിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. അത് പോസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അതൊരു മനസ്സിനൊരു തൃപ്തി നൽകും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരിൽ പലപ്പോഴും രൂപയും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സഞ്ചറിൽ അഭ്യർത്ഥനകൾ വരാറുണ്ട്. ഇടയ്ക്കൊരു ബിരുദൻ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട് എന്നെ മെസ്സഞ്ചറിൽ കുറേ കാശ് വേണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അന്ന് ഇത്തിരി സമയവും പോയി കിട്ടണമായിരുന്നു. തുടർന്ന് ഞാൻ അയാളുമായിട്ട് എന്നെ ചാറ്റ് ചെയ്തു, ഏതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സുഹൃത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം. അവസാനം അനുജൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, മറുപടിയില്ല. പിന്നെ ചോദിച്ചു, ആ ക്യാഷ് നിങ്ങൾ GPay ആയിട്ടൊന്ന് ചെയ്യുമോ? ശരി, ചെയ്യാം. പുള്ളി ഒരു നമ്പരൊക്കെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി ഫ്രോഡാണ് എന്ന്. അപ്പോൾ രണ്ടാമത് ഞാൻ തന്നെ ഒരു ചോദ്യം, രൂപയൊക്കെ അയച്ചല്ലോ നിങ്ങളുടെ പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരുമോ എന്നാണ് അവൻ്റെ അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു അയക്കാം. ഇതിപ്പോൾ അടുത്തൊരു ചോദ്യം, ഈ ബാങ്കിൻ്റെ ബ്രാഞ്ച് ബീഹാറോ പാറ്റ്നയോ ഒറീസയോ ആണോ എന്നൊക്കെ ഒരു ചോദ്യം. അവസാനം ഒരു ചോദ്യം, നൈജീരിയയിൽ ഇപ്പം മഴയുണ്ടോ? ഈ സ്കാമിൻ്റെ പ്രധാന ആശാന്മാരൊക്കെ നൈജീരിയക്കാരാണെന്ന് നിങ്ങളും ഞാനുമൊക്കെ വാർത്താമാധ്യമങ്ങളിൽ വായിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നൈജീരിയയിൽ മഴയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ്റെ ചാറ്റിംഗ് അവിടെ അവസാനിച്ചു. അങ്ങനെ ആ പദ്ധതിയും അവിടെ തീർന്നു. അപ്പോൾ കുറേ സമയം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ പോയി കിട്ടി. അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് നടത്തുമ്പോൾ ആരായിരുന്നാലും നിങ്ങളുടെ ചിത്രം അതിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. എങ്കിൽ മാത്രമേ എനിക്കോ നിങ്ങൾക്കോ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് വരികയുള്ളൂ. അല്ലെങ്കിൽ ആരാണ് എന്നെങ്ങനെ അറിയാൻ? അതുപോലെ ബ്ലൂ ടിക്ക്
രജിസ്റ്റർ ആവുന്നത് ഇഷ്ടപ്പെടാത്തവർ ഇപ്പോൾ വേണ്ടപ്പെട്ടവർ പോസ്റ്റ് ചെയ്യുന്ന ലിങ്കിനോ വിഷയങ്ങൾക്കോ സംഭവങ്ങൾക്കോ താഴെ ഒരു സ്മൈലി ചിഹ്നമോ കൈയടയാളമോ രേഖപ്പെടുത്താൻ കൂടെ ശ്രമിക്കുക. അതൊരു നല്ല കീഴ്വഴക്കമായിരിക്കും. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.